ഹായ് ഹലോ. അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് XXL സൈസിലുള്ള ഒരു ആലിയ കട്ട് കുർത്തിയാണ്. എ ലൈനാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 4ആയിട്ട് നല്ല മൾ കോട്ടൺ ഫാബ്രിക്കാണ് യൂസ് ചെയ്ത് 4ആയി മടക്കി ഇട്ടിട്ടുണ്ട്. ഷോൾഡർ ഞാനിവിടെ 8 എടുത്തു. അതേപോലെ തന്നെ താഴേക്കും 8 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടത്തേക്ക് ഞാൻ 12.5 എടുത്തേക്കുന്നത്. നമ്മൾ സീം അലവൻസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് 12.5. അതുപോലെ വേസ്റ്റ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 15 ഇഞ്ചസ് ആണ്. അത് 15 ഇഞ്ചസ് മാർക്ക് ചെയ്തതിന് ശേഷം വേസ്റ്റിൻ്റെ അവിടെ വിഡ്ത്തായിട്ട് എടുക്കുന്നത് 11 ഇഞ്ചസ് ആണ്. എല്ലാം മാർക്ക് ചെയ്തു. ഇനി നമുക്കിതിന് ലൈന് ജോയിൻ ചെയ്യാം. എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് ചോക്ക് ഒട്ടും വിസിബിൾ അല്ല എന്ന്. അപ്പോൾ ക്ഷമിക്കണം, ഓരോരോ തെറ്റുകളൊക്കെ മാറ്റി പുതിയതായിട്ട് കറക്റ്റാക്കി ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഓരോന്ന് ചെയ്ത് വരുമ്പോഴാണ് ഓരോരോ മിസ്റ്റേക്കുകൾ മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇത് ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സ്ലീവാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ അവിടെ ലൈൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ജോയിൻ ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ കൈക്കുഴി വരയ്ക്കുന്നത് സ്കെയിൽ യൂസ് ചെയ്യാതെയാണ്. അപ്പം നമുക്ക് അളവൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം കൈക്കുഴി നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇവിടെ മേളിൽ ഷോൾഡറിൻ്റെ അവിടെ സ്ലോപ്പ് കൊടുക്കണം. സ്ലോപ്പ് ഏകദേശം നമുക്ക് XXL സൈസിനൊക്കെ വരുമ്പോൾ 1 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് നമ്മൾ സ്ലോപ്പ് എടുക്കുന്നത്. അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ടിലേക്കുള്ള യോക്ക് പോർഷൻ മാത്രം എടുത്തേക്കുവാണ്. താഴത്തുനിന്ന് മേളിലോട്ട് 5 ഇഞ്ച് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാണ് ചെയ്തത്. അതുപോലെ തന്നെ മേളിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് നെക്കിന് എത്ര ഇറക്കം വേണമെന്ന് ഞാൻ ഇവിടെ നോക്കിയിട്ടുണ്ട്. ഞാൻ 7 ആണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെച്ച ആ 5 ഇഞ്ച് അത് നമ്മൾ ഇതുപോലെ സ്ലോപ്പായിട്ട് ഒരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തൊക്കെ കഴിയുമ്പോൾ നമുക്കിതാ ഫ്രണ്ടിലെ യോക്ക് പോർഷൻ ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് താഴത്തേക്കുള്ള പോർഷൻ എടുക്കാം. അത് ഞാൻ ടോട്ടൽ എൻ്റെ കുർത്തിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 40 ആണ്. 40 മൈനസ് നമ്മൾ യോക്ക് പോർഷൻ 15 ഇഞ്ചസ് അത് കഴിയുമ്പോൾ ബാക്കി 25 ഞാൻ എടുത്തേക്കുന്നത്. അതിന് ഞാനിങ്ങനെ 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ഞാൻ 5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ യോക്ക് പോർഷനിൽ ഒരു ലൈൻ മാർക്ക് ചെയ്തായിരുന്നില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആ ലൈൻ അങ്ങനെ മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. നമ്മൾ ആ 5 ഇഞ്ച് എടുത്ത് വെച്ചായിരുന്നല്ലോ, അതിൽ ഒരു പോയിൻ്റ് മാത്രം മേളിലോട്ട് കയറി നിൽക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുഞ്ഞ് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതുപോലെ തന്നെ 2 എൻഡിലായിട്ട് ഒരു 2 ഇഞ്ചോളം നമ്മൾ പ്ലീറ്റ്സ് ഇടാതെ കുറച്ച് ഗ്യാപ്പ് വെച്ചേക്കണം. എന്നാലേ നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ പ്ലീറ്റ്സ് ഇട്ടേക്കുന്നത്. 2 എൻഡിലും കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. നെക്കൊക്കെ ചെയ്തു. ഇനി എനിക്ക് പറ്റിയ 2 മിസ്റ്റേക്ക് കാണിക്കാം. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അടിയിലുള്ള നൂല് ഞാൻ ഏത് കളറാണെന്ന് ശ്രദ്ധിച്ചില്ല. വൈറ്റ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനാണ്. ഇപ്പോൾ കാണിക്കുന്നത് ഇത് ബാക്ക് പോർഷനാണ്. ലൈനിങ് വെച്ചതിപ്പോൾ നേരെ തിരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തു, ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ഇത് 2 മിസ്റ്റേക്കാണ് ഞാനിതിൽ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഫുൾ പ്ലെയിൻ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തുമ്പികളൊക്കെ വരച്ചു കൊടുത്തായിരുന്നു. ഇതിന് തുമ്പി വരയ്ക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ 3D ഔട്ട്ലൈനറാണ്. 3D ഔട്ട്ലൈനർ വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് വെറുതെ ഫ്രീ ഹാൻഡായിട്ടാണ് ഇതെല്ലാം വരച്ച് വെച്ചേക്കുന്നത്. ആദ്യം എംബ്രോയ്ഡറി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അതിനൊത്തിരി സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തീരുന്നത് ഇതായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫുൾ പ്ലെയിൻ ആയിരിക്കുമ്പോൾ അത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് യോക്കിലും സ്ലീവിലും ചെറിയ തോതിൽ ഞാൻ ഇതുപോലെ 3D ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് കുറച്ചിങ്ങനെ തുമ്പികളെയൊക്കെ വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ എനിക്ക് എൻ്റെ തെറ്റുകളൊക്കെ തിരുത്താൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കുർത്തിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. മൾ കോട്ടൺ ആയതുകൊണ്ട് നല്ല കംഫർട്ടബിളാണ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ. അടുത്തൊരു വീഡിയോയായി പിന്നെ വരാം.